കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഞാനൊരു വാർത്ത കേട്ടു കേട്ടോ. അപ്പം എന്തായി കഴിഞ്ഞാലും ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പിൽ, പിന്നെ ഞാൻ എസ്പെഷ്യലി ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു വ്യക്തി അതിനെ കൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ഒരു അഭിപ്രായം വന്നിട്ട് വെളിപ്പെടുത്തണം എന്ന് തോന്നി. കാര്യമൊന്നുമല്ല, നമ്മുടെ ഹണി റോസിൻ്റെ വിഷയം തന്നെയാണ്. ഹണി പറയാൻ ധൈര്യം കാണിച്ച ആ മനസ്സിന് ഒരുപാട് ബിഗ് സല്യൂട്ട്. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പറയാണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ആള് ആരാണ് എന്നുള്ളത്. ഹണി എങ്ങനെയോ നടന്നോട്ടെ, ഏത് വേഷം ഇട്ടിട്ടോ ബാക്ക് പൊന്തിച്ചിട്ടോ മുമ്പ് താത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്നിട്ട് ശല്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? അത് നേരെ മറിച്ച് ബോച്ചയാണ് ആള് എന്നുള്ളത് പറയാതെ പറഞ്ഞു തന്നത് തന്നെയാണ്. നേരെ മറിച്ച് ഞാൻ പറയട്ടെ, ആ ബോച്ചയുടെ പേര് വെളിപ്പെടുത്തിയിട്ടാണ് ഹണി ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കേരളക്കാരെ തയ്യാറാവില്ല. കാരണം കേരളത്തിൻ്റെ മുത്താണ് ബോച്ചെ, കൺകണ്ട ദൈവമാണ്, എന്താ പറയുക, കരുണാനിധിയായ നല്ല സൽപുത്രനാണ് ബോച്ചെ. കാരണം അത്രയും ദാനധർമ്മങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോച്ചയെ പിന്നെ എതിർത്തൊരു വാക്ക് പറയാൻ ആളില്ല. പണമാണ് എല്ലാത്തിനും, പണത്തിന് മീതെ പരുന്തും പറക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കമൻറ്റ് ഞാൻ വായിക്കാനിടയായി. ഒരു സ്ത്രീ പറയുന്നതാണ്, അത് പിന്നെ കൊച്ചു പെൺകുട്ടികളോട് വരെ ലൈംഗിക ചൊവ്വയുള്ള കമൻസ് പറയും ഇയാൾ എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ എന്താ ആരും പ്രതികരിക്കാത്തത് എന്ന് തോന്നിപ്പോയി എനിക്ക്. പണം കൊണ്ടാണോ, അയാളുടെ അടുത്തുള്ള പണം കൊണ്ടാണോ ഇത്ര നാളും കണ്ടിട്ടും കാണാത്ത കോലത്തിൽ ഒരുപാട് സ്ത്രീകൾ നടക്കുന്നത് എന്നുള്ള ഒരുപാട് സ്ത്രീകൾ പല പല വാർത്തകൾ ഇതിനെതിരെ പറഞ്ഞവരുടെ താഴെ കമൻറ്റ് വന്നിട്ടിട്ടുണ്ട്. എനിക്കനുഭവമുണ്ട്, എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. പണം അയാളുടെ കയ്യിലായിരിക്കാം, അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? പണമല്ലല്ലോ മുഖ്യം, പണമാണോ മുഖ്യം? ഒരാൾ ഇങ്ങനെ പണത്തിൻ്റെ മീതെ കടന്നിട്ട് എല്ലാ കോപ്രായങ്ങളും ചെയ്യാം, എന്തും അഹങ്കരിച്ചിട്ട് കളിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടത്താൻ അനുവദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഒരിക്കലും അത് നടത്താൻ ഏത് ബോച്ചയായി കഴിഞ്ഞാലും, ഏത് രാജാവായി കഴിഞ്ഞാലും. കാരണം ഇത് കേരളമാണ്, അല്ലാണ്ട് ബോച്ചെ ഭരിക്കുന്നതല്ല ഇത്. ഇവിടെ ബോച്ചയുടെ ഭരണമല്ല. അപ്പം അതുകൊണ്ട് പ്രതികരിക്കാനുള്ള ഏതൊരു പൗരനും നമ്മൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. വേണ്ടാത്തത് നെറികേട് കാട്ടിക്കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനിത് പറഞ്ഞിട്ടില്ലേ, വല്ലാത്തൊരു മോശമായി പോകും. കാരണം അത്രയേറെ പിന്നെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട്, ബോച്ചയുടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട് അതിനുശേഷം അയാൾ വീണ്ടും പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക. ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തിനായിക്കോട്ടെ, അയാൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക എന്ന് പറയുന്നത് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഹണി എങ്ങനെയോ നടന്നോട്ടെ, എന്തോ വേഷം ഇട്ടോട്ടെ, അതൊക്കെ പേഴ്സണലി അവളുടെ ഇഷ്ടമാണ്, അല്ലേ? വസ്ത്രധാരണം, അല്ലെങ്കിൽ ഒരാൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിലൊന്നും കൈകടത്താൻ നമ്മളാരുമല്ല. അതൊക്കെ ഒരു സൈഡ്, അതെല്ലാം പോട്ടെ. പക്ഷേ ഇത് ഒരാളും പൊറുക്കപ്പെടാത്ത സംഗതി തന്നെയാണ്. പണത്തിനു മീതെ എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരം ബോച്ചയ്ക്കുണ്ടെങ്കിൽ അത് നിർത്തലാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ബോച്ചയുടെ വസ്ത്രധാരണം, സിംപ്ലിസിറ്റി, അതെല്ലാം കാണുമ്പോൾ എല്ലാവരും അങ്ങ് പുകഴ്ത്തി തലേൻ്റെ മേലെ അങ്ങ് കയറ്റി വെച്ചു. കണ്ടോ, എത്ര പണം ഉണ്ടായിക്കഴിഞ്ഞാലും അയാളുടെ ഒരു വസ്ത്രധാരണം കണ്ടോ? അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് നമ്മൾ ദാനധർമ്മം കൊടുത്തു കഴിഞ്ഞാൽ, വേറെ എന്തിനെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, നന്മ മരം, കേരളത്തിൻ്റെ സൽപുത്രൻ എന്നെല്ലാം വിശേഷിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന അവർ സൈഡിലൂടെ ചെയ്യുന്ന അനാവശ്യ കാര്യങ്ങൾ അത് ജനങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം പണമുണ്ട്, ആ പണം ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് എന്തും ആവാം എന്ന് വെറുതെ ജനങ്ങൾ ചിന്തിച്ച് നടക്കുന്നു. ഇങ്ങനെ ഇയാൾക്കെതിരെ ഇയാൾ എന്ന് വെക്കണ്ട, പണം കൊണ്ട് എന്തും നേടാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അവർക്കെതിരെ ഓരോരുത്തരും വന്നിട്ട് ഇതേപോലെ വാർത്തകൾ കൊടുക്കുന്നതാണെങ്കിൽ എല്ലാത്തിൻ്റെയും പൊയ്മുഖം ഇവിടെ അഴിഞ്ഞു വീഴും. ഹണി എന്നൊരു നടി, ഹണി എന്നൊരു സ്ത്രീ
ഇത്രത്തോളം വിഷമിച്ചിട്ട് എത്രത്തോളം മാനസിക പിരിമുറുക്കം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത് കേട്ടോ. കാരണം ഒരു സാധാരണ ഒരു സ്ത്രീയല്ല ഹണി. എന്നുവെച്ചാൽ പിന്നെ ഒരു സിനിമാ നടിയാണ്, സാധാരണ ഒരു വീട്ടമ്മയല്ല. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ധൈര്യം, എന്താ പറയുക, ഒരു ബോൾഡ്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം അപ്പുറം കടന്നിട്ടാണ് അത്രയും മാനസിക പിരിമുറുക്കം ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ അതാ ചിന്തിച്ചു പോയത്. അപ്പോൾ എത്രത്തോളം ഇയാൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ടാകും. പോകുന്നിടത്തെല്ലാം വരുന്നു എന്നാ പറയുന്നത്, പോകുന്നിടത്തെല്ലാം വരുന്നത്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്ത് ഞരമ്പ് രോഗിയാണ് ഇയാൾ? കാലമെല്ലാം തെളിയിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല കോച്ചെ. ഏത് കുഞ്ഞു കുട്ടീനോടായാലും അല്ലെങ്കിൽ എത്ര വയസ്സായവരോടായാലും പിന്നെ എന്ത് കളിച്ചു കഴിഞ്ഞാലും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലം എല്ലാം തെളിയിക്കും എന്നുള്ളതിൻ്റെ ഒരൊറ്റ തെളിവാണിത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും ജനിച്ച് വീണ് അവിടുന്ന് അങ്ങോട്ട് മരിക്കുന്നത് വരക്ക് ആരതെങ്കിലും ഒരാണിൻ്റെയെങ്കിലും ശല്യമില്ലാത്ത ഒരൊറ്റ സ്ത്രീയും ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ഭൂമി ലോകത്ത്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. പേഴ്സണലി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വരെ, കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീക്ക് തന്നെയാണ് പഴി കേൾക്കേണ്ടി വരിക. ആണിനൊരു ചുക്കും വരുന്നില്ല, സ്ത്രീക്ക് തന്നെയാണ് അവിടെ പഴി കേൾക്കേണ്ടി വരിക. ഇപ്പോൾ പറയുന്നുണ്ടാവും ഹണിയുടെ വേഷം കൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഹണി നടന്നത്. അതൊരു ഹണിക്ക് മാത്രമൊന്നുമല്ല, എല്ലാ സ്ത്രീകൾക്കുമായിട്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും വിധത്തിൽ പീഡനങ്ങൾ, ഒന്നും വേണ്ട, ഒരു സംസാരത്തിൻ്റെ ചൊയ അങ്ങനെയെങ്കിലും ഉണ്ടാവും. ലൈംഗിക ചൊയുള്ള സംസാരമെങ്കിലും ഒരു സ്ത്രീയോടെങ്കിലും പറയാത്ത ഒരൊറ്റ സ്ത്രീയും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. ഞാൻ പറയട്ടെ, ഒരാൾ പണം കണ്ടിട്ട് ഒരാൾ വിലയിരുത്തരുത്. അങ്ങനെ അയാൾ നന്മമരം ഫുള്ളായിട്ട് ഒരാൾക്ക് നന്മമരമാവാൻ കഴിയില്ല. അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും. അത് നമ്മൾ കാണുന്നുണ്ടാവും ജനങ്ങൾ, പക്ഷെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണത്. കണ്ടില്ലെന്ന് നടിച്ചിട്ട് അയാളെ നന്മകൾ മാത്രം എടുത്തു കൊണ്ടുവന്ന് അയാളങ്ങ് പൊക്കി പിടിച്ച് തലയിലേറ്റി നടന്നു. ഇപ്പോൾ എങ്ങനെ കാണുന്നുണ്ട്? ഇപ്പോൾ ഏതെല്ലാം വാർത്തകളിൽ വരുന്നുണ്ട്? അയാളെ ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ചേച്ചിമാരെപ്പെല്ലാം നിന്നിട്ടുള്ള ഡാൻസ് കളിയും എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യമുള്ളത് ഞാൻ പറയാം. എനിക്ക് അയാൾ ആ ഒരു കാട്ടിക്കൂട്ടലായിക്കോട്ടെ, സംസാര രീതി ആയിക്കോട്ടെ, എനിക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ പറയാറുണ്ട്, എന്തെന്നാ ഈ കളിക്കുന്നത്, എന്തെന്നാ ഇത്. അന്നേരം പറയും സിംപ്ലിസിറ്റി. അന്നേരം പറയുന്ന സിംപ്ലിസിറ്റി. അയാൾ സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന മനുഷ്യനാ. എത്ര പണം ഉണ്ടെങ്കിലും അയാൾക്ക് അതിൻ്റെ അഹങ്കാരമില്ല. ഇങ്ങനെയുള്ള ഇതുണ്ട്. ഇത് തന്നെയാണ് അഹങ്കാരം. കാരണം പണം ഉണ്ട്. ഹണി തന്നെ പറയുന്നില്ലേ, പണത്തിന് മീതെ എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നിപ്പോൾ ഒരു ഹണിയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ എത്ര ആരും അറിയപ്പെടാത്ത എത്ര സ്ത്രീകളുണ്ടാകും പൊന്നുജനങ്ങളെ. ഇതിപ്പോൾ ഒരു അറിയപ്പെടുന്ന നടി ആയതിനെ കൊണ്ട് തന്നെ അവരത് വെളിച്ചത്ത് കൊണ്ടുവന്നു. പേര് പറയാണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അത് എടുത്തിട്ട് റിയാക്ട് ചെയ്തത്. ഇന്ന ആളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ആരും ഒന്നും തുറന്ന് പറയാത്തത് എന്ന് വല്ലാത്തൊരു ഞെട്ടലോടെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. കാരണം പണം കൊണ്ട് തന്നെയാണോ അയാൾക്കെതിരെ ആരും ഒന്നും സംസാരിക്കാത്തത്? ഇതിപ്പോൾ അറിയപ്പെടുന്ന ഒരു നടിനെ ആയതുകൊണ്ട് അവരത് വെളിച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ അറിയാണ്ട് എത്ര നമ്മളുടെ മുമ്പിൽ കാണാണ്ട് അങ്ങനെ എത്ര സ്ത്രീകളോട് എന്തെല്ലാം ചെയ്തിട്ട് ഉണ്ടാവും. എന്താ ആയാലും ഞാൻ പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഒരാളെ പണം കണ്ടിട്ട് ഒരിക്കലും അതിൽ വീണ് പോവരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയുവാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു